എൻ്റെ പേര് സിന്ധു. ഞാൻ കട്ടയ്ക്കോടുന്ന് കടന്നു വരുന്നു. എനിക്കൊരു വയറുവേദനയും ബ്ലീഡിങ്ങും, ചെറിയ ബ്ലീഡിങ്ങും ആയിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണം. 8 സെൻറ്റിമീറ്റർ കട്ടിയും ഒരു മുഴയും ഉണ്ട്, അത് മാറ്റണം. മുഴ പിന്നീട് മാറ്റിയാൽ മതി. 8 സെൻറ്റിമീറ്റർ കട്ടി ഇപ്പോൾ തന്നെ മാറ്റണമെന്ന് പറഞ്ഞ്. അപ്പോൾ 1.5 ലക്ഷം രൂപയാണ് ചോദിച്ചപ്പോൾ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട്. പിന്നെ ആരെങ്കിലും കൂട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരുമില്ല. 2 ആൺമക്കളാണ്, അമ്മയും ഇല്ല. ആരുമില്ലാത്തതിൻ്റെ ഇതിൽ ഞാൻ വീണ്ടും ബ്രദറെ വന്ന് കണ്ട്, ബ്രദറെ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഞാൻ പോയി സ്കാനിങ് എടുക്കാൻ. അപ്പോൾ സ്കാനിങ് എടുക്കാൻ പോയപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞ് ഗുളികയൊന്നും കഴിച്ചില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ബ്രദറെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേന് ഇതുപോലെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴത്തേന് 8 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള മുഴ 4 സെൻറ്റിമീറ്ററായിട്ട് മാറി. ആ കട്ടി പൂർണ്ണമായിട്ടും മാറിപ്പോയെന്നുള്ള ഇതാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ബ്രദറിനും ഈ അത്ഭുതം ചെയ്ത ദൈവത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ശക്തിയോടുകൂടെ കരം ചേർത്തടിച്ച് വളരെ അത്ഭുതകരമായ സാക്ഷ്യം. ഡോക്ടർ ചോദിച്ചത് എന്താ, മരുന്നൊന്നും കഴിച്ചില്ലല്ലോ, ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ സ്കാനിങ് എന്നാണ് ചോദിച്ചത്. പക്ഷേ താൻ പറഞ്ഞു ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, പക്ഷേ എനിക്കൊരു വലിയൊരു വൈദ്യനായ ഒരു അപ്പനുണ്ട്, എനിക്കൊരു ഡാഡിയുണ്ട്, ഞാൻ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. ആമേൻ. വിശ്വാസത്തെ മാനിക്കുന്നവനാണ് എൻ്റെ ദൈവം. നിന്റെ വിശ്വാസം എത്രത്തോളം വലുതാണോ അത്രത്തോളം വലിയ അളവിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ പറയുക. ആമേൻ. വിശ്വാസത്തോടുകൂടെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ട് തന്നെ, ഡോക്ടർ ഇങ്ങോട്ട് പറയുന്നില്ല, അങ്ങോട്ട് തന്നെ പറയുക എനിക്ക് ഒന്നും കൂടി സ്കാനിങ് ചെയ്യണം. സ്കാനിങ് ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഗുളിക പോലും കഴിച്ചില്ല. 1.5 ലക്ഷം രൂപ മുടക്കി എത്രയും വേഗം ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത അത്ഭുതം എന്ന് പറയട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 1.5 ലക്ഷം രൂപ ലോൺ അടയ്ക്കേണ്ടി വന്നില്ല. ആമേൻ. ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വന്നില്ല, ഒരു ഗുളിക കഴിക്കേണ്ടി വരുന്നില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ആമേൻ. തൻ്റെ ശരീരത്തെ കീറി മുറിക്കേണ്ടി വരുന്നില്ല. എൻ്റെ ദൈവം ആമേൻ ആദിമ കാലഘട്ടത്തിൽ ആദാമിനൊരു ആമേൻ അനസ്തേഷ്യ നൽകി ഹൗവയെ സൃഷ്ടിച്ചതുപോലെ ആമേൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടും തൻ്റെ ശരീരത്തിൽ ഒരു അവയവത്തെ പിടിപ്പിച്ച് വെക്കുവാൻ എൻ്റെ ദൈവം ശക്തനാ. അതിന് എൻ്റെ ദൈവത്തിന് സർജറി വേണ്ട, എൻ്റെ ദൈവത്തിന് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും മാത്രം ആമേൻ മതി. പിന്നെ ചെയ്തപ്പോ പറഞ്ഞത് എന്താ, അതായത് കട്ടി മാറി മുഴ പൂർണ്ണമായിട്ടും പോയെന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും കട്ടിയും മുഴയൊക്കെ പോയെന്നുള്ളൊരു അത്ഭുതകരമായ സാക്ഷ്യം. നല്ല ദൈവത്തിന് ഒരിക്കൽ കൂടെ ഒന്ന് കരം ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ദൈവം നമ്മളെ എല്ലാവരും അന്വേഷിച്ചു വന്ന ദൈവമാണ് നമ്മളെ ഇന്നിവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. എങ്കിലും ചില വിഷയങ്ങളിൽ ദൈവം നമ്മളെ പുറകെ നടന്നു വരത്തില്ല, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ ഇരുന്ന ദൈവം നമ്മുടെ അടുത്ത് വന്ന് എല്ലാം ചെയ്തു തരുമെന്നല്ല, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി നമ്മുടെ വിശ്വാസത്തെ പ്രകടമാക്കണം. ആമേൻ. ബൈബിളിൽ തന്നെ ഓരോ ഭാഗങ്ങൾ എവിടെ എടുത്താലും കർത്താവ് അങ്ങോട്ട് പോയി സുഖമാക്കിയത് വളരെ ചുരുക്കമാണ്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ വന്ന ആൾക്കാരൊക്കെ സുഖപ്പെട്ട ഇഷ്ടംപോലെ കാര്യങ്ങൾ ആമേൻ വചനത്തിന് അടുക്കലുമുണ്ട്. ഇവിടെ അങ്ങോട്ടൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ആമേൻ കർത്താവിനോട് അങ്ങോട്ട് ചില ഉടമ്പടികൾ ചെയ്ത് ചില വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ട് അടുത്ത ഡോക്ടേഴ്സിനോട് അങ്ങോട്ട് പറയുക എനിക്ക് സ്കാനിങ് വേണം. എങ്ങനെയായിരിക്കണം ചിലരുടെ അത്ഭുതങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട രീതി? ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിനക്ക് വിശ്വാസത്തോടെ ഒന്ന് കടന്നു പോകുവാനേ കഴിയുമെങ്കിൽ യെസ്, ദൈവം അകലെയല്ല, ദൈവം നിനക്കായി വലുത് പ്രവർത്തിക്കുന്നു.